കോഴിക്കോട് സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു. കൊയിലാണ്ടി തിക്കോടി പാലൂരിലാണ് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ നന്ദിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഖില, ഇതെങ്ങനെയാണ് ഈ ബസിന്റെ നിയന്ത്രണം വിടുന്നത്? അമിത വേഗത എങ്ങാനുമാണോ കാരണമായത്? പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ദേശീയപാതയിലാണ്, അതായത് കൊയിലാണ്ടി തിക്കോടി പാലൂരിലാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിടുന്നത്. ഡിവൈഡറിൽ ഇടിച്ചിട്ടാണ് നിയന്ത്രണം വിടുന്നത്. അതിനെ തുടർന്നാണ് അപകടവും ഉണ്ടാകുന്നത്. പാലൂർ ജുമാ മസ്ജിദിന് സമീപത്ത് വെച്ചിട്ട് ഇന്ന് 4 മണിയോടെയാണ് അപകടം ഉണ്ടായിരുന്നത്. അതായത് 14ലധികം യാത്രക്കാര് ബസ്സിലുണ്ടായിരുന്നു. യാത്രക്കാരായ 7 പേർക്കാണ് പ്രധാനമായും പരിക്കേൽക്കുന്നത്. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കിങ് ലെയർ ബസ്സാണ് അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബസ് നിയന്ത്രണം വിട്ട് സർവീസ് റോഡിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി നിർമ്മിച്ച കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ആ ഡിവൈഡറിൽ ഇടിച്ചതോടു കൂടിയാണ് നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. എന്തായാലും യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. ഇപ്പോഴും 7ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്.